ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മൾ വീണ്ടും ദുബായിൽ തന്നെയുള്ള ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പുതിയ മെർസിഡീസ് മാബാക്ക് S680 നൈറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് ആൻഡ് ലക്ഷറി കാറാണ്. കുറച്ച് കാലം മുന്നേ നമ്മൾ മേബാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു മേബാക്ക് ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിരുന്നു, കുറച്ച് സ്റ്റൈലൈസ്ഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചൂണ്ടിക്കാണിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് ഇത് കൊടുന്നത്. അപ്പോൾ വൈ നോട്ട്? അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടിയ നൈറ്റ് സീരീസ് തന്നെ കൊണ്ടുവന്നേക്കാണ്. ഇതാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്ന പുതിയ നൈറ്റ് സീരീസ്. ഇത് മാബാക്കിൻ്റെ പുതിയൊരു സീരീസ് തന്നെ, എഡിഷൻ തന്നെയാണ്. അത് എസ് ക്ലാസ് മാബാക്കിലുണ്ട്, GLS മാബാക്കിലുണ്ട്, EQS SUV മാബാക്കിലുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ ഏതായാലും ദുബായിൽ നിന്ന് കൊണ്ടുവരാൻ കാരണം നമ്മളിവിടെ ഉള്ളപ്പം ഇംഗ്ലീഷ് ചാനലിന് വേണ്ടിയിട്ട് കവർ ചെയ്തിരുന്നു. അപ്പം ഇംഗ്ലീഷ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്ലൈവീൽ ഇൻ്റർനാഷണൽ എന്നുള്ള പേരിലുള്ളത്. എന്തായാലും നമുക്കിന്ന് ഇനി കൂടുതൽ സംസാരിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഫസ്റ്റ് തന്നെ ഡൗട്ട് ചോദിക്കട്ടെ, ഇതിപ്പോൾ ഒരുപാട് മാനുഫാക്ചേഴ്സ് ഇപ്പോൾ നേരത്തെ ബ്ലാക്ക് എഡിഷൻ വന്നത്, ഇപ്പോൾ നൈറ്റ് സീരീസ് വന്നു. വൈ? ഇതൊരു ചൈനീസ് ഇൻഫ്ലുവൻസ് ആണോ? ചൈനീസ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇന്ത്യയിൽ വരില്ലല്ലോ. ഇന്ത്യയിൽ ഡാർക്ക് സീരീസും മറ്റേ ഡാർക്ക് എഡിഷനെല്ലാം വരുന്നില്ല. അല്ല, ഇതൊരു ഗ്ലോബൽ സിനാരിയോ ആണ്. ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള പല കാര്യങ്ങളും ഇപ്പോഴത്തെ വണ്ടികളുണ്ട്, ഇതിലും ഉണ്ട്. അതിലൊരു കാര്യമുണ്ട്, അറിയാലോ, S680 എന്നുള്ള കാര്യം. കാരണം 8 ചൈനീസിന് ലക്കി നമ്പറാണ്. പക്ഷേ ഈ ഒരു നൈറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം ലക്ഷറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡാണ്. ഓൺ യുവർ ഫേസ് എന്നുള്ള രീതിയിലാണ്. ക്രോം ഒരുപാടുണ്ട്, അതേപോലെ തന്നെ വലിയ ഗ്രില്ല്, അതുപോലെ തന്നെ സൈസ് കൂടുതൽ. ഇതെല്ലാം ലക്ഷറി എലമെന്റ്. അത് കാറിൽ മാത്രമല്ല, ഫാഷനിലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ മറ്റേ ഓവർലി സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ വലിയ. അതെ, ലൂയിസ് ഹാമിൽട്ടൺ ഉദാഹരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാലത്ത് ലക്ഷറി അങ്ങനെ ആണെങ്കിലും ഒരുപാട് സട്ടിൽ ലക്ഷറി ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഇഷ്ടപ്പെടുന്ന ഒരു എലമെന്റ് ആണ് ഡാർക്ക് ബ്ലാക്ക് എഡിഷൻ. ഈവൻ ഐ എം എ ബിഗ് ഫാൻ ഓഫ് എനിക്ക് ബ്ലാക്ക് ക്രോം ആണ്. പക്ഷെ എനിക്ക് സത്യം പറയാലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാറിലാണെങ്കിൽ മേ ബി ഐ പ്രിഫർ ദ ക്രോം. കാരണം അതിനൊരു എലമെന്റ് ഉണ്ട്. ബട്ട് ഇതും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യമാണ്. ഈവൻ മൈ G-Wagon ഇസ് ഫുൾ പ്യുവർ ബ്ലാക്ക്. അപ്പം ബ്ലാക്ക് എന്നുള്ള നൈറ്റ് എഡിഷൻ ഇതെല്ലാം നമുക്ക് പല ബ്രാൻഡിൽ കാണാം. ഏറ്റവും വലിയ ഉദാഹരണമാണ് റോൾസ് റോയ്സ് ബ്ലാക്ക് ബാഡ്ജ് ഇറക്കി. അവരവരുടെ സ്പിരിറ്റ് ഓഫ് എക്സസീനെ ബ്ലാക്ക് ആക്കി, ബാഡ്ജും ബ്ലാക്ക് ആക്കിയിട്ട് ഇറക്കി. അതിനുശേഷം അവർ പല കളേഴ്സിലും പല വേരിയൻസിലും പല മെറ്റീരിയൽസിലൊക്കെ ഇറക്കി കൊണ്ടുവന്ന്. പിന്നെ അല്ല, അതുണ്ടെങ്കിലും ഈ ബ്ലാക്ക് ബാഡ്ജ് തന്നെ എന്തൊക്കെ കളർ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോൾ ഇതൊരു സിനാരിയോ ആണ്. അത് സക്സസ്ഫുള്ളും ആണ്. അതുകൊണ്ടാണ് ഇപ്പം എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്. മെർക്ക് നൈറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എഡിഷൻ ആക്കിയതാണ്. നൈറ്റ് പാക്സ് ഉണ്ടായിരുന്നു മെർസിഡീസിൽ. ഇപ്പോൾ കഴിഞ്ഞ ജനറേഷൻ എസ് ക്ലാസും ഇപ്പോഴുള്ള G-ൽ എല്ലാം ഉണ്ട് നൈറ്റ് പാക്ക്. ക്രോം എല്ലാം ബ്ലാക്ക് ഔട്ട്. നൈറ്റ് സീരീസ് ആയിട്ട് ഒരു എലമെന്റ് കൊണ്ടുവന്നു. ഇതിൽ ഡുവൽ ടോൺ കളർ, ഈ ഒരു കളർ കോമ്പിനേഷൻ. ഇത് നോർമൽ കളർ അല്ല, ഇത് രണ്ട് സ്പെഷ്യൽ കളറാണ്. ഇത് നൈറ്റ് സീരീസിൽ മാത്രം വരുന്ന. നൈറ്റ് സീരീസ് വെച്ചിട്ട് ബ്ലാക്ക് മാത്രമല്ല കേട്ടോ, അവർക്ക് വൈറ്റ് ഉണ്ട്, മാറ്റ് വൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡുവൽ ടോണിൽ തന്നെ പല കോമ്പിനേഷൻ വരുന്നത്. നൈറ്റ് സീരീസിനായിട്ടുള്ള സ്പെഷ്യൽ കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് നോക്കാം. അതെ, നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിന് ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഹെഡ്ലൈറ്റ്സ് സെയിം ഡിജിറ്റൽ LED ഹെഡ്ലൈറ്റ്സ് ആണ്. പക്ഷേ ഈ നൈറ്റ് സീരീസിൽ ഒരു കോപ്പർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്, വിച്ച് സ്റ്റാൻഡ്സ് ഔട്ട്. അത് എടുത്ത് നിൽക്കുന്നുണ്ടാകും, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഗ്രില്ല് ഇപ്പോൾ ബ്ലാക്ക് ക്രോം ആയിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ പിൻസ് ടൈപ്പ് ഗ്രില്ല് കാണാൻ പറ്റും. ഇവിടെ റഡാറിൻ്റെ പീസ് കാണാം. ഇവിടത്തെ വന്നിരിക്കുന്ന റിബ് ലൈൻ വരെ ഒക്കെ ബ്ലാക്ക് ക്രോം ആയി കഴിഞ്ഞു. ലോഗോ ബ്ലാക്ക് ക്രോം ആയി കഴിഞ്ഞു. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ക്രോം ആയിരുന്നു, ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തു. സൈഡിലേക്ക് വരുമ്പോൾ മെയിൻലി ഉള്ള ഡിഫറൻസ് ഒന്ന് വീലിലാണ്. ഇത് 20 ഇഞ്ചിൻ്റെ വീലാണ്. 7 സ്പോക്സ് നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ മോണോഗ്രാം ഡിസൈൻ അവർ വിളിക്കുന്നത്. അത് ഫില്ല് ചെയ്യുന്നുണ്ട്. മാബാക്കിൻ്റെ ലോഗോ തലങ്ങും വിലങ്ങും എല്ലാം വെച്ചിട്ട് ലൂയി വിട്ടോൻ്റെ പോലെ. ഇഷ്ടമില്ല. ഈ V12 ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ക്രോം വന്നിരുന്നു, അതും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ കളർ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. മൊത്തം ബ്ലാക്ക് ഔട്ട് ഉണ്ട്. ഒരു എലമെൻ്റ് ഉള്ളത്, ഇവിടെയുള്ള ഈ ലോഗോ ഇല്ലുമിനേറ്റ് ചെയ്യും. അത് മാബാക്കിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷേ നൈറ്റ് സീരീസിൽ സ്റ്റാൻഡേർഡാണ്. എന്നാലും ചില മാർക്കറ്റുകളിൽ അത് കിട്ടില്ല. അത് റൂൾസ് പ്രകാരം കിട്ടാത്ത പ്രശ്നമുള്ളൂ. ഇത്രയാണ് ചേഞ്ച് ഫ്രണ്ടിലും സൈഡിലുള്ള. റിയറിലും ചേഞ്ച് അല്ല. നിങ്ങൾ ഈ വീൽ ഡിസൈനിനെ കുറിച്ച് കമന്റ് ചെയ്യണം, അത് ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഐ ഫീൽ ഇറ്റ് ഈസ് ഓവർ ദി ടോപ്പ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് മൈ ബെസ്റ്റ് ഫേവറേറ്റ്, ബട്ട് ഇറ്റ് ലുക്ക് ഗുഡ്. Matches the car definitely, but I feel it's over the top. Which is your favorite? ഏത് വീലറ്റം? ഫുൾ മറ്റേ ആ ഫോർജ്ഡ് ഒരൊറ്റ മോണോഗ്രാം. അത് അടിപൊളിയാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണാം ക്രോമൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ലോഗോയും ഇവിടെ വന്നേക്കുന്ന ഈ ഒരു ലൈനും
താഴെയുള്ള ഡിസൈനും. പക്ഷേ എക്സോസ്റ്റ് മാറിയിട്ടുണ്ട്. എക്സോസ്റ്റ് മാറിയല്ല, ബേസിക്കലി മാബാക്കിൽ വരുന്ന എക്സോസ്റ്റ് തന്നെയാണത്. എസ് ക്ലാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറെ എക്സോസ്റ്റ് ആണ്. ഡുവൽ എക്സോസ്റ്റ്, ഒരു സ്ക്വയർ ഷേപ്പ്, നടുവിൽ കട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. ബട്ട് ഇത് കറക്റ്റ് ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ എക്സോസ്റ്റ് വരെ നിൽക്കുന്ന കാണാം. അതിന് പകരം ആ എക്സോസ്റ്റ് ടിപ്പ് തന്നെ പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ അതിൻ്റെ എന്താ പറയുക, പലരും ഈ നമ്മൾ കാർവാവെല്ലാം കാണുന്നവർ പെട്ടെന്ന് പറയും ഫേക്ക് എക്സോസ്റ്റ്. ഫേക്ക് എക്സോസ്റ്റ് ഉണ്ട്, മെർസിഡീസ് അടക്കം ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. ഡിസൈൻ മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ സാധനമുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇവർ ടിപ്പ് ഒരുമിച്ച് വെക്കാതിരിക്കുക. കാരണം എത്ര ആയാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഓഫ് ചെയ്യുമ്പോൾ ചെറിയൊരു ജർക്ക് ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഇത് സെപ്പറേറ്റ് ആയിരുന്നത്. അത് റോൾസ് റോയ്സ് ആവട്ടെ, ബെന്റ്ലി ആവട്ടെ, BMW ആവട്ടെ, മെർസിഡീസ് ആണെങ്കിലും ചെയ്യുന്നത്. പക്ഷേ റിയൽ എക്സോസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ടു, ആ ഷേപ്പ് റീറ്റെയിൻ ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് ബമ്പറിൻ്റെ സീറ്റിങ് കാര്യമാണ്. ഇന്ന് പഴയ പോലെയല്ല, ബമ്പേഴ്സ് എല്ലാം വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ജർക്ക് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത്. അത് ഫേക്ക് എക്സോസ്റ്റ് ഞാൻ അതിന് പറയില്ല. ഇതേതായാലും റിയൽ എക്സോസ്റ്റ് തന്നെയാണ്. ഔട്ടർ കവർ പോരാ, വലിയ ജർമ്മൻ എഞ്ചിനീയറിംഗാണ് പോരാ. എനിവേ, നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ ഒരു ഡുവൽ ടോൺ കളറിൽ ഏതായിരിക്കും നിങ്ങളുടെ ചോയ്സ്? പിന്നെ അതുപോലത്തെ നൈറ്റ് സീരീസ് പോലെ ഈ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണോ അതോ ക്രോം എന്നാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഒരു ചോയ്സാണ്, നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇതാ വാച്ച് നോക്കിയിട്ട് ഞാൻ ക്രോമും അവൻ ബ്ലാക്ക് ക്രോമാണ് കേട്ടിരിക്കുന്നത്. ഈ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും ആളുകളുടെ ഇടയിൽ. സോ ലെറ്റ് us know. ഓക്കെ, എന്തായാലും മാബാക്കിൻ്റെ ബാക്സിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അതെഞ്ചായിട്ട് നിങ്ങൾ അവസരം നോക്കി കയറി ഇരുന്നല്ലേ. തല്ല് പിടിക്കാത്ത എന്താണ് ഡ്രൈവിംഗ് സീറ്റിന് വേണ്ടിയിട്ട്? മാബാക്കല്ലല്ലേ അങ്ങനെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. എല്ലാം പണ്ണാലും പ്ലാൻ പണി പണ്ണണം. അതെ, പ്ലാൻ പണി താൻ പണ്ണണം. യെസ്, എന്തായാലും നിനക്ക് മാബാക്ക് ഓടിക്കണം, ഓടിച്ചാൽ മതി. എനിക്കിത് എപ്പോഴെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. V12 engines, I am always happy. ബട്ട് വൺ തിങ്, മാബാക്ക് പ്രത്യേകിച്ച് V12 പണ്ടെല്ലാം V12 ഒന്ന് ഓടിക്കാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും കൊതിച്ചിട്ടുണ്ട്. ഇപ്പം ദൈവം സഹായിച്ചു ഒരുപാട് തവണ V12 ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ എഞ്ചിൻ, ഇത് എല്ലാ ഫോമിലുള്ള V12 ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് S65 AMG ആണെങ്കിൽ 650 ആണെങ്കിൽ 600 S65 AMG ഓടിച്ചോക്കല്ലോ V12. അത് ഓടിച്ചോക്കാണ്ട്. ഇതൊരു V12 ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ റിഫൈൻഡ് V12 അല്ലേ? സെയിം എഞ്ചിനാ. മെർസിഡീസ് ഡെവലപ്പ് ചെയ്ത ഒറ്റ ബ്ലോക്കാണ്. ഈ എഞ്ചിന്റെ ബ്ലോക്കാണ് ശരിക്കും CLK GTR-ലാണെങ്കിലും പഗാണിയിലാണെങ്കിലും ഇതിൽ വന്നതും. മൈബാക്കിന്റെ Type 12 എന്ന് പറഞ്ഞിട്ട് എഞ്ചിൻ വന്നു. മാബാക്ക് 62 757 വന്നപ്പോൾ ഇതെല്ലാം തന്നെ അവർ ഡെവലപ്പ് ചെയ്ത ഈ ഒരൊറ്റ എഞ്ചിനാണ്. പല പവർ ഔട്ട്പുട്ട് ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ വെരി റിഫൈൻഡ് എഞ്ചിൻ. അതാണ് മെയിൻ സാധനം. എനിക്ക് ഇപ്പോൾ ഈ മേബാക്കില് ഇപ്പോൾ 4 മോഡ് ഉണ്ടല്ലോ. മേബാക്ക് മോഡ്, കംഫർട്ട് മോഡ്, സ്പോർട്ട് മോഡും ഇൻഡിവിജ്വൽ ആയിട്ടും സെറ്റ് ചെയ്യുന്നത്. അതെ, അതിലെ മേബാക്ക് മോഡിൽ എഞ്ചിനും ഇതും മേബാക്ക് സെറ്റിംഗ് കൊണ്ട് വെക്കാമല്ലോ. ശരിക്കും ആ ആക്സലറേഷൻ ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കംഫർട്ടിലിട്ടുള്ള ആക്സലറേഷൻ എല്ലാം മേബാക്കിലിട്ടുള്ള ഇല്ല. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ മാബാക്ക് മോഡ് എന്ന് പറയുമ്പം ഇതിൽ വന്നിരിക്കുന്ന ആ ഗിയർ ബോക്സ് സെറ്റിങ്ങിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഒന്ന് സസ്പെൻഷനിലുള്ള വ്യത്യാസം ഉണ്ട്. മാബാക്ക് മോഡിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാൻഡ് സ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ അത്രയും ജേർക്ക്, ആ ഒരു എന്താ പറയുക പവർ വരുമ്പോൾ ഒരു ഫീലില്ലേ ടോക്കിൻ്റെ, അതേറ്റവും മൈൽഡ് ആക്കുക ചെയ്തത്. പിന്നെ ട്യൂണിങ് അങ്ങനെ ആക്കി സ്ലോ ആയിട്ട് റിഫൈൻഡ് ആയിട്ട് ഗിയർ ചേഞ്ച്. സസ്പെൻഷൻ ആണെങ്കിൽ കുറെ കൂടി ഫ്ലോട്ടി ഫീലാണ് ലഭിക്കുന്നത്. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ മാത്രമല്ല സ്റ്റിയറിംഗിലും ആ ഫീൽ കിട്ടും. ശരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫീലാണ് കിട്ടുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാട്ടിൽ നിന്ന് ഇത് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ 3D ഡിസ്പ്ലേ 3D ഡിസ്പ്ലേ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് എഡിഷൻ 223 ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും ഡിഫറെന്റ് ആണ്. വേറെ തന്നെ ഒരു ഫീല്, ഇത് കൂടിയോ, ഡെപ്ത് ഉള്ള പോലെ, ഡെപ്ത് ഫീൽ ഇത് കൂടി എന്തായാലും പറയാ, ഷാർപ്നെസ് ഇല്ലേ, അത് ഭയങ്കരമായിട്ട് കൂടിക്കുന്നു. അത് പ്രത്യേകിച്ച് നീ ആ റിങ് കണ്ടില്ലേ മാബാക്കിന്റെ? അൺഫോർച്ചുനേറ്റ്ലി വീഡിയോയിൽ എങ്ങനെ കാണിച്ചത്. അതെ, അതാണ് മെയിൻ. 2 സംഗതി ഇവിടെ വീഡിയോ കാണിക്കാൻ പറ്റില്ല നമുക്ക്. ഒന്ന് ഈ 3D എഫക്റ്റും പിന്നെ ഇതിൽ വന്നിരിക്കുന്ന AI ടൈപ്പ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയും. അതെ, ഇത് രണ്ടും നമുക്ക് വീഡിയോയിൽ നമ്മളെടുത്തിട്ട് കാണിക്കാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥയാണ്. അത് അനുഭവിക്കുന്നത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിന്റെ AI സിസ്റ്റത്തിനകത്തും 3 ഫീച്ചർ ഞാൻ പറഞ്ഞത് ഇന്നലെ രാത്രി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഒന്ന്, നമ്മൾ ഈ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഡെപ്തിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് തരുന്നത്. ഒരു സൈക്കിൾ ആണെങ്കിൽ പോലും ഒരു കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് അടുത്ത് വരുന്ന ദൂരെ പോകുന്നു.
പിന്നെ നമ്മളിപ്പോ ലൈനിൽ മാറിപ്പോന്ന് വെക്കുക, അപ്പൊ ആ വൈറ്റ് ലൈനിന്റെ അവിടെ ഒരു റെഡ് വരുന്നത്, അതൊക്കെ അതായത് നമ്മളിപ്പോ ലൈൻ മാറുമ്പോൾ നമ്മളോട് വണ്ടി അടുക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഇനിയിപ്പോ നമ്മളല്ല മറ്റേ വണ്ടിയാണെങ്കിലും ലൈൻ കട്ട് ചെയ്ത് നമ്മളെ ലൈനിലേക്ക് വരികയാണെങ്കിൽ റെഡ് മാർക്കിംഗ് ആ ചെയ്യുന്നത്. അത് സൈഡ് ഡോർ പാഡിന്റെ അവിടെ വരെ ഫുൾ റെഡ്. അതെ ഈ ഒരു ആംബിയൻ ലൈറ്റിംഗിലും വരുന്നുണ്ട്. അതിന് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോറെല്ലാം തുറക്കുമ്പോൾ വല്ല സൈക്ലിസ്റ്റോ നടന്നു പോകുന്ന ആൾക്കാരോ ഈ വണ്ടിയിൽ വരുമ്പോൾ ബീപ്പും ചെയ്യും, ഇത് ഫുൾ റെഡ് ആയിട്ട് അലേർട്ട് ചെയ്യും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അടിപൊളി. എന്താ സുഖം. സസ്പെൻഷൻ മാജിക് കാർപ്പറ്റ് റൈഡ്. ശരിക്കും പറയാ ഒരു എവല്യൂഷനാണ് വന്നിട്ടുള്ളൂ. ഒരു ഭയങ്കരമായ റെവല്യൂഷൻ ഒന്നും പുതിയ മേബാക്കിൽ വന്നിട്ടില്ലെങ്കിലും പക്ഷെ വന്നിട്ടുള്ള ഓരോന്നും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. അത് നീ ശ്രദ്ധിച്ചിട്ടില്ല, കഴിഞ്ഞ ജനറേഷൻ 222 ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നപ്പം മാബാക്ക് ആയി വന്നത് ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ടോപ്പായിട്ട് നിന്നേ. അപ്പോൾ അവരൊന്നും അവർക്ക് വലിയ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ എവല്യൂഷനേ ഉള്ളൂ, പക്ഷെ എവല്യൂഷൻ ഈസ് സ്റ്റിൽ ദി ടോപ്പ്. അതെ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഒരുവിധം നമ്മുടെ വേൾഡിൽ ഇറങ്ങുന്ന പ്രോഡക്ട്സ് ഒരുവിധമൊക്കെ തന്നെ ഇങ്ങനത്തെ ഒരു എവല്യൂഷനല്ലേ വരുന്നുള്ളൂ. ആണ് ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു സാച്ചുറേഷൻ പോയിന്റിന്റെ ആ പരിസരത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കുറെ ഡെവലപ്മെന്റ് പിന്നെ വഴി മാറിയിട്ട് പോണത് ഇതിലാ ഇലക്ട്രിക്കിലേക്കാണ്. അതാണ് ഈ എവല്യൂഷൻ വരുന്നത്. നമ്മുടെ യൂസഫ് അലി കാക്കാന്റെ വീട്, അതെ, മംസാറിലുള്ള വീട്. ഏതാ വീട്? പക്ഷെ വി ഫീൽ പ്രൗഡ് അല്ലേ? നമ്മളെ നാട്ടിലൊരാൾ ഇവിടെ എത്രയും ഷെയ്ഖുമാരെ വീടിന്റെ അടുത്തൊരു വീട്. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അത് മാത്രല്ല ഒരു ശരിക്കും പറഞ്ഞാൽ അഭിമാനല്ലേ നമ്മുടെ നാട്ടിന്റെ. എന്തൊക്കെ പറഞ്ഞു നമ്മളിവിടെ ഒരു പ്രസൻസ് ഉണ്ടാകും. ഈ മംസാർ ബീച്ച് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലക്ഷറി ഡെവലപ്മെന്റ് ഇവിടെയാണ്. അവിടുത്തെ കോർ ഹാർട്ടിലാണ് നമ്മുടെ നാട്ടിൽ ഒരു ചെങ്ങയുടെ വീട്. ഇവിടെ ഫ്രണ്ട് സീറ്റിലും ഞാൻ ഇപ്പൊ മസാജ് ഇട്ട് വെച്ചേക്കാണ്. നല്ല സുഖമുണ്ട്, പലതരത്തിലുള്ള മസാജ്. ഞാനിപ്പോ ഡീപ്പ് റിലാക്സിങ് ഹോട്ട് ടിഷ്യൂ മസാജാണ് കൊടുത്തേക്കുന്നത്. ഞാനിവിടെ മൊബിലൈസിങ് മസാജ് ഇന്റൻസിറ്റി കൂട്ടിയിട്ട് കൂളിങ്ങും വെച്ചിട്ട് സീറ്റ് എന്റർടൈൻമെന്റുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്തായാലും പറയാ ആക്ടിവേറ്റിംഗ് മസാജ് ആക്കിയാലോ? ഞാൻ ആക്ടിവേറ്റിംഗ് മസാജ് എന്താ ചച്ചി, ഞാനിവിടെ ശരിക്കും ഫുൾ റിക്ലൈൻ ചെയ്ത് ഞാൻ സീറ്റ് കൂടെ വളച്ച് മുന്നോട്ട് ആക്കണോ? ആക്കാതിരിക്കുകയാണ്. ഈ ഒരു സെറ്റ് മതി എനിക്ക്. കാരണം അവിടെ കിടന്നോ? ഉറങ്ങട്ടെ. നല്ല ഹെവി ബിരിയാണി വെച്ച എഫക്റ്റിലുണ്ട്. ഒരു കാര്യം ഉണ്ടാ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ എങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഒരു ഡേ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു റിലാക്സ്ഡ് റൈഡ് പോകുമ്പോൾ നമ്മൾ മൂഡെല്ലാം സെറ്റ് ആവുന്നുണ്ട്. അതിന് ഇതിലൊരു ഫീച്ചറും കൂടെ ഉണ്ട്, നീ കണ്ടിട്ടുണ്ടോ? മറ്റേ കംഫർട്ടിൽ തന്നെ എനർജൈസിങ് മോഡ് ഫ്രണ്ടിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ നിന്ന് ചെയ്യാം. നീ അവിടെ ഇരിക്കും. ഞാനല്ല മലയാളി. വെൽബീങ് വമ്പത്തരം. ആ സ്പീക്കർ സൗണ്ട് കൂട്ടി വെച്ചോ. എന്തോ ഈ ഒരു സൗണ്ട് കുറച്ചൊരു മ്യൂസിക് കേട്ട് നോക്ക്. ഇത് വെൽബീയിങ് ആണ് ഞാൻ കൊടുത്തത്. AC-ൻ്റെ ലെവല് മാറി. ഈ ഒരു മ്യൂസിക് കളർ ആംബിയൻസ് ഉള്ളിലുള്ളത് ഇതെല്ലാം ഈ ഒരു മ്യൂസിക്കിൻ്റെയും വെൽബീയിങ്ങിൻ്റെ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ ഫ്രേഗ്രൻ്റ് നോക്കിക്കോ. ഇതും കിട്ടിയിട്ട് 5 മിനിറ്റ് നീ ഉണ്ടായിരുന്നിട്ട് ഒന്ന് ആസ്വദിക്കുക. ആയിട്ട് ഈ സമയത്ത് തന്നെ പുറത്ത് കുറേ കിളികളൊക്കെ പറന്ന് ആംബിയൻസ് സെറ്റാക്കിയിട്ടുണ്ടല്ലോ. ഹലോ കാ, എൻ്റെ ഇടയില് ബിരിയാണി എഫക്ട്. സോറി, ആ പോയ കിളിയാ പിങ്ങടെ അല്ലേ? കിളി പോയോ? ഫുൾ കിളികൾ പറക്കുന്ന അവിടെ പുറത്ത് അങ്ങോട്ട് നോക്ക്. വാവ്, അത് ഈ കടൽക്കാക്കടാ. ഇവിടെ മംസാർ ബീച്ചുള്ളല്ലേ. പക്ഷെ നീ പറഞ്ഞ കാര്യം കേട്ടാ, ആ മ്യൂസിക് ഇതും സീറ്റ് ഹീറ്റായി, മസാജ് ഓണായി, ഇത് ഒറ്റയടിക്ക് എല്ലാ ഫങ്ഷനും ആയി. ബേസിക്കലി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എനർജൈസിങ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ നമുക്ക് മോഡ് മാറ്റാം.
ഇതെല്ലാം നമ്മൾ മൂഡ് മാറണമെങ്കിൽ നമുക്ക് വേറെ ബാക്കിലേക്ക് പോയിക്കോ. വൈറ്റാലിറ്റി കൊടുത്തേക്കാം, മെറ്റാലിറ്റി കൊടുക്കാം. ആ മസാജ് മാറി കണ്ടില്ലേ. പിന്നെ ഈ 4D സൗണ്ട് സിസ്റ്റം, സീറ്റിലേക്കുള്ള സൗണ്ട് നമ്മൾ പണ്ട് ഞാൻ S ക്ലാസ്സിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് കുറച്ച് മറ്റേ മോഡിഫിക്കേഷൻ കുറച്ചുകൂടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അപ്ഗ്രേഡിംഗ്. അതെ, ഇതിന്റെ എക്സാക്ട്ലി നമ്മളെ നാട്ടിൽ വരുന്ന മോഡലിലുള്ളതല്ല, ഇത് ടോപ്പ് എൻഡ് ആണ് എല്ലോ. കാരണം വെച്ചാൽ 680 കോൺഫിഗർഡ് നൈറ്റ് സീരീസിൽ വരുമ്പോൾ 4D സൗണ്ട് സിസ്റ്റം, ഏറ്റവും ഹയസ്റ്റ് വാട്ടിൽ, അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്പീക്കർ കൂടിയിട്ടുള്ള സിസ്റ്റം. അപ്പം അതിൻ്റെ എഫക്റ്റ് പ്രത്യേകിച്ച് ബാസ് ബാക്കിൽ കിട്ടുന്നതിൽ ഭയങ്കര രസമുണ്ട്. ഇത് മസാജും നമ്മൾ ബാസും കൂടെ വരുമ്പോഴുള്ള ഫീല് വേറെ തന്നെ അല്ലേ. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ണ് തുറന്നിട്ടും കണ്ണ് പൂട്ടിട്ട് ആസ്വദിക്കാമല്ലോ. നമുക്ക് കണ്ണ് തുറന്നിട്ട് വേണമെങ്കിൽ വിഷ്വൽ ആംബിയൻസുകളെല്ലാം മാറ്റി വയ്ക്കാം. അപ്പോൾ അതും നമ്മളെ കണ്ണിനനുസരിച്ച് പ്ലീസിങ് ആയി വരും. അപ്പോൾ ഞാൻ ബേസിക്കലി പറഞ്ഞാൽ ഇത് ശരിക്കും ഞാൻ അനുഭവിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അന്ന് നമ്മൾ മൈബാക്ക് ഫസ്റ്റ് പൂനെയിൽ നിന്ന് ഷൂട്ട് ചെയ്ത സമയത്താണെങ്കിലും എനിക്ക് അതിലേറെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത് നമ്മളെ S680 ഫസ്റ്റ് നമ്മൾ ദുബായിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ആ സ്പെഷ്യൽ എപ്പിസോഡ്. അന്ന് നമ്മൾ ബീസ്റ്റ് ആൻഡ് ബ്യൂട്ടി ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഇക്കയും ശേഖറും ഫ്രണ്ടിൽ ഇരുന്ന് പോകുന്നു. ഞാൻ ശേഖറും ബാക്കില്, ഇക്കയും ആരോ ഫ്രണ്ടില് ആരും ഉണ്ടായിരുന്നു. ഞാനും ശേഖരൊക്കെ എടുത്ത് ഇരുന്ന് ഉറങ്ങി. ശരി, ഫ്രണ്ടില് മറ്റേ ഡ്രൈവർ അവരെ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നർ അയച്ചു വരുമ്പോൾ ഞാനും നീയും ബാക്കിലിരുന്ന് ഉറങ്ങി ഡ്രൈവർ ഓടിച്ച്. അതൊരു ഭയങ്കര റിലാക്സിംഗ് ആയിട്ട്. പിന്നെ നീ ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഡുവൽ ടോൺ S ക്ലാസ് ചെയ്തപ്പോ, ബാക്ക് ചെയ്തപ്പോ, ആ 680 ചെയ്ത സമയത്തും ഞാൻ ലാസ്റ്റ് ഡേ 2 ദിവസം നമ്മൾ ഇവന്റ് എല്ലാം കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടുള്ള അന്നും ഞാൻ ഈ ബാക്കിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. നീ എന്നാ അന്ന് ഡ്രൈവ് ചെയ്തത്? അത് ഞാനാ ഡ്രൈവ് ചെയ്തത്. ഇങ്ങനത്തെ വണ്ടി കുറച്ച് ലക്ഷറി കൂടിയ പോലുണ്ടല്ലേ. ശരിക്കും വളരെ റിലാക്സിങ്ങും അതുപോലെ തന്നെ എഫേർട്ട്ലെസ് ആയി മാറി. നേരെയും കൂടെ ആയിപ്പോ അതുകൂടെ ഞങ്ങള് സീറ്റ് ഇങ്ങനെ നേരെ ആക്കി കിട്ടി, എന്നെ കിടത്തി കുറച്ച്. അവിടെ നിന്നെ അത് ഡൈനാമിക് സീറ്റ് അപ്പോ അത് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. ഈ ലൈറ്റിങ്ങും ഇപ്പൊ കുറച്ച് കൂടുതൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വൈറ്റ് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും വർക്ക്ഔട്ട് ആവില്ല. പക്ഷെ ഇതിനകത്ത് വൈറ്റ് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ബട്ട് ഇംപ്രാക്ടിക്കൽ. ഞാൻ പറയട്ടെ ഒരു കാര്യം, വൈറ്റ് ബേജും വൈറ്റും എല്ലാം തന്നെ ലക്ഷറി കളറാണ്. അതിൽ എനിക്ക് വൈറ്റ് കാണും ഭയങ്കര ഇഷ്ടമുണ്ട്. ഗംഭീരം. നീ ഇരിക്കുന്ന സീറ്റ്, ബാക്കി എല്ലാ സീറ്റും ഇവിടെ ക്ലീനാണ്. നമ്മൾ ഡ്രൈവർ സീറ്റിൽ കുറച്ച് അഴുക്കുണ്ട്. എന്നാൽ ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇവിടെ അധികം മീഡിയ വണ്ടി ആണെങ്കിൽ എല്ലാവരും എല്ലാം ഓടിക്കുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സാണ് കൂടുതൽ. അപ്പോൾ ഓരോ നല്ല ഡ്രസ്സും കാര്യമിടും. ഇത് കൊണ്ടുവന്ന ഡ്രൈവർമാരാണ്. അവരതായിരിക്കണം ചളി ഉണ്ടാകുന്നത്. അവിടെ മാത്രം ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് ചളിയുണ്ട്. അത് ഇത്രയും കെയർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്കറിയാം ഇവിടുത്തെ വണ്ടിയിലാണ് വരുമ്പോൾ പ്രിസ്റ്റീനായിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിനേക്കാളും ക്ലീൻ ആക്കിയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഇന്റർവാഷനിലും ചെയ്യുന്നുണ്ട് അവർ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം ഈ മാനുഫാക്ചർ എഡിഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്, ശരിക്കും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു കളറ് ഗ്രീൻ ആണ്, ബ്രിട്ടീഷ് ഗ്രീൻ. എന്ത് രസമാണ് കാണാൻ ബ്രിട്ടീഷ് ഗ്രീൻ ഇന്റീരിയർ. അത് ഫോട്ടോയിൽ ഞാൻ കണ്ട്. നമ്മൾ അന്ന് ചെയ്ത വണ്ടിന്റെ ഓർമ്മയുണ്ട് ബ്ലൂ കളർ. അത് ഗംഭീരായിരുന്നു. അതേപോലത്തെ കളർ കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. ഈ വൈറ്റും ഈ ബ്ലാക്ക് വുഡ് ഉണ്ടല്ലോ, ഇത് നല്ല കോമ്പിനേഷനാണ്, അടിപൊളി കോമ്പിനേഷൻ. അതല്ല, ഇത് ഓപ്പൺ പോർ വുഡ് നല്ല രസമുണ്ട് കാണാൻ. ഈ വുഡിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചോ നിങ്ങള്? ഷെവ്രോൺ പാറ്റേൺ. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്കുള്ള ഈ അലൂമിനിയം ലൈൻസ് ഉണ്ട്, ശരിക്കുള്ള മെറ്റലാണത്, തിൻ മെറ്റലാണത്. പിന്നെ ബാക്കിൽ ഇവർ എന്തുകൊണ്ടാറില്ല ടാബ്ലറ്റ് വരെ വെച്ചിട്ടില്ല കൺട്രോൾ ചെയ്യാനുള്ള. ഇവിടെ പിന്നെ ഓപ്പൺ ആയിട്ട് തന്നെ മറ്റേ ചാർജ് ഇത് വരുന്നുണ്ട്, ഇൻഡക്ഷൻ ചാർജിങ്. പക്ഷെ ഇവിടെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ടൈപ്പിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അതെന്തോ ഇഷ്ടമല്ല ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കുന്നത് കാണുന്നത്. ഉള്ളിലാണെങ്കിൽ എനിക്ക് ബെറ്റർ ആയി തോന്നുന്നത്. പിന്നെ നമുക്കിവിടെ അറിയാലോ ബാക്കിൽ ഒരു ബട്ടണിൽ തന്നെ ഈ ഷട്ടർ ഓപ്പൺ ആവും, സെൻട്രൽ കൺസോളിൽ 2 കപ്പ് ഹോൾഡേഴ്സും AC കൺട്രോളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഷാമ്പയിൻ ഹോൾഡർ വരുന്നുണ്ട്, അതും ഇതിൽ വെച്ചിട്ടില്ല. ഈ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കൂൾ ചെയ്യാനും അതേപോലെ തന്നെ ഹീറ്റ് ചെയ്യാനും പറ്റും. ഇനി ഈ വണ്ടിയിലാണെങ്കിൽ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജ് യൂണിറ്റ്. യെസ്, ഫ്രിഡ്ജുണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അതെ, സത്യം പറയാലോ, ഇന്ന് രാവിലെ നമ്മള് മോൺസ്റ്ററും കോളയും എടുത്ത് വെച്ചേക്കും ഫ്രിഡ്ജിൽ വെക്കാതെ വേണ്ട. പിന്നെ നമ്മളിന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ ആ സാൻഡ് സ്റ്റോം ഇതെല്ലാം ഇപ്പോൾ നമ്മൾ പ്ലാൻ കുറച്ച് അങ്ങോട്ടോട്ട് മാറിയല്ലോ, അതിലങ്ങോട്ട് പറ്റി. ഐ ആം റിയലി റിലാക്സിങ് ബ്രോ.
ഇനി മതി, ഇനി ഞാൻ ഇരിക്കാം. നിങ്ങൾക്ക് വണ്ടി ഓടിക്കേണ്ടത് വാശി പിടിച്ചിട്ട് കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. വണ്ടി ഒതുക്കട്ടെ. വണ്ടി ഒതുക്കണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ ഞാൻ പഴയ പൊസിഷനിലേക്ക് വരണ്ടേ? സമയമുണ്ട്, പേടിക്കണ്ട. ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ തോന്നിയിടത്ത് നിർത്താൻ പറ്റില്ല. ഓക്കെ, എന്നാലും വൺ ടച്ച് ഓഫ് ബട്ടണിൽ തിരിച്ച് വരും എന്നുള്ള ഞാൻ പറയാൻ വന്നത്. അപ്പോഴേക്ക് നമുക്ക് കയറി സ്കോർ ചെയ്തു. എൻ്റെ ചെങ്ങായെ, ഇവിടെ ദുബായിലൊന്ന് ജാട കുടിക്കണോ? അത് പണ്ടേ ഉണ്ട്, അത് ഞാൻ അറിയിക്കാത്തായിരുന്നു ആരെയും. വൺ തിങ് മാൻ, നമ്മൾ 2 days ബീൻ റിലാക്സിങ് ഇൻ ദിസ് കാർ. അതെ, നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി കൊണ്ടുവന്ന ഇനിയോസ് ഗ്രനേഡിയറും പിന്നെ ബാക്കിയുള്ള എപ്പിസോഡ് നമ്മളെ ഫെറാറിയും എല്ലാം കിട്ടിയന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനം ഇതായിരുന്നു. എല്ലാ ഷൂട്ടിനിടയ്ക്കും നമ്മൾ റിലാക്സ് ചെയ്യാൻ കയറിയിരിക്കുന്ന വണ്ടി വരെയായിരുന്നത്. അതെ, ഇത് ഫുൾ ടൈം. ഇതിപ്പോൾ 3-4 പ്രാവശ്യം ഇപ്പോൾ ഫുൾ അടിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് ഇട്ടൊക്കെ. അതെല്ലാം അടിക്കാലോ, ഇവിടെ പെട്രോളിന് വിലയില്ലല്ലോ. നമ്മൾ എത്ര ഓടി എന്നുള്ളതാണ് നോക്കണ്ടേ. പക്ഷെ നമ്മൾ ഇപ്പോൾ V12 പൊളി പൊളിച്ചെങ്കിലും കൂടുതലും റിലാക്സ് ചെയ്തിട്ടല്ലേ ഓടിച്ചുള്ളത്. അതെ, ഞാൻ ഇത് അധികം കാല് കൊടുക്കാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല, വളരെ മിതമായിട്ട്. പക്ഷെ കേറുന്നുണ്ട് സ്പീഡ്. നീ ഇന്നലെ അല്ലേ പറഞ്ഞത്? അറിഞ്ഞില്ല. നിഷാദ് സൈഡിലിരുന്ന് നോക്കുമ്പോഴാണ് അല്ല ഇവിടെ നിർത്തണ്ടൊക്കെ റെഡി ആയില്ല ഇറങ്ങാൻ. ഞാൻ ഷൂ ഒന്നിട്ടേക്കട്ടെ. സമയം സമയം ഇതിന് സമയം അത്രയും വെള്ള കളറിലാവുമ്പോൾ ഷൂ ഇട്ടിരിക്കാൻ പറ്റും. വെട്ടിപ്പോയിട്ട് ഇറങ്ങിയേക്കാ. നീ എവിടെയൊക്കെ നിർത്തുന്നതല്ല. നിർത്തി. ഓ, ഇത് ട്രക്കിന്റെ പാർക്കിംഗ് ഒക്കെ കണ്ടാ? വലിയ ട്രക്കിന്റെ ആള് വർത്തിക്കുന്ന. ഓക്കെ, അപ്പം ഞാൻ ഇറങ്ങണല്ലേ. അപ്പം ഇതിലെന്നാ എനിക്ക് തുറക്കാനും പറ്റുമല്ലോ. ജസ്റ്റ് കൺട്രോള് ഒന്നു. നിങ്ങൾക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ അറിയാലോ? അതെ, എനിക്കറിയാം. പക്ഷേ ഈ മേളിലുള്ള സാധനം അടിപൊളിയാണ്, നമുക്ക് എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാം. ബെൻസ് കണ്ടാ പ്രാന്തായിക്കോളട്ടെ. നാണമില്ല മെർസഡീസ് മുസ്തഫ. എടാ, ഉള്ളത് പോലെ പറയലാണ് എനിക്കിഷ്ടം. ഞാൻ എന്തിഷ്ടപ്പെടുന്നോ അത് ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഒയ്യൻ്റെ മോനെ, ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ രീതിക്കേ ചെയ്യുള്ളൂ. ആ ഷൂ ഒക്കെ അയച്ചിട്ട് അതെന്താ കിടക്കാത്ത സീറ്റ്. അയ്യോ, ഞങ്ങൾ വണ്ടി എടുത്തല്ലേ. 10 degree സ്റ്റിയറിംഗ്, എന്ത് സുഖം. ഓ, അതിൻ്റെ ടേണിംഗ് റേഡിയസ് അത് അടിപൊളിയാട്ടോ. എന്താ സീറ്റ് കിടക്കാത്തത്? ഞാൻ ബട്ടൺ അമർത്തിയിട്ട് ആവുന്നില്ലല്ലോ. ഇതിവിടെ കഴിയട്ടെ, അതാ വരുന്ന പൊങ്ങുന്ന കാഫല്ലോ. ക്ഷമിക്കൂ. അല്ല, ഞാൻ പെട്ടെന്നൊരു കുറ്റം പറയാൻ വരായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല, അപ്പുറത്തേക്ക് പ്രാർത്ഥിച്ചു തോന്നുന്നു. അതല്ല, ഉള്ളത് പോലെ ഞാൻ പറയാറുണ്ട്. പിന്നെ ഓരോരുത്തർക്ക് ഒരു രീതിയുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തടിക്കുന്നവർ പറയണമെന്നൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ല, ദിസ് കാർ ഈസ് സംതിങ് എൽസ്. അത് നിങ്ങൾ പണ്ടും പറയുന്നുണ്ട്, ഞാൻ അത് അംഗീകരിച്ചതിലുണ്ട്. അതെ, ഞാൻ ബേസിക്കലി ഞാൻ പറയാലോ, എനിക്കിഷ്ടമുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ആ വണ്ടികൾക്ക് നിങ്ങളെല്ലാവരും സമ്മതിച്ചുള്ള വണ്ടികളുമാണ്. അത് മേക്ക് എന്നുള്ള ബ്രാൻഡ് ആയത് എൻ്റെ കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല, ഞാൻ മേക്ക് അല്ലാത്ത വണ്ടികളും ഇഷ്ടപ്പെടുന്ന പല വണ്ടികളുണ്ട്. പക്ഷെ എന്താ, ഞാൻ ഈ 2 എട്ടത്താപ്പ് നേണ്ടല്ലോ, അതില്ല എനിക്ക്. അതിപ്പോൾ കുറച്ച് പേരുണ്ട്. അത് പണ്ട് സത്യം പറയാലോ, ജീവാഗണ കുറ്റം പറഞ്ഞ കുറേ ടീം പുതിയ വണ്ടി വന്ന് മറ്റേ ജീട്ടോടൊക്കെ എടുത്ത് ഫോട്ടോ ഇടുന്നു, സെൽഫി ഇടുന്നു. അയ്യോ, ആരാത് പറയുന്നില്ല. അത് കാണിച്ചെന്നില്ലേ? കണ്ടു. അത് ആദ്യം ഇവർക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ആദ്യം ഇവർക്ക് ഇഷ്ടമില്ല. ഓക്കെ, ഇഷ്ടമില്ലാത്തൊരു കാര്യം കുഴപ്പമില്ല, അത് പേഴ്സണലാണ്. ജീവാഗണ കുറ്റം പറഞ്ഞാണ് എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നത്. അല്ല, നീ ജീവാഗണ്ട മാത്രം പറഞ്ഞു. ഞാൻ കുറേ വണ്ടികൾ ഇങ്ങനെ ആളുകൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട്, അത് അവർക്ക് അതിനെ കൊണ്ട് വ്യൂ കിട്ടുന്നു, അല്ലെങ്കിൽ അതിന് ഇത്രയും വൈറാലിറ്റി ഉണ്ടെന്ന് കണ്ടിട്ട് എടുത്തു പറയും. ഇൻ എഫക്റ്റ് എനിക്ക് തോന്നിയിട്ട് ഇവരൊന്നും റിയൽ ഹാർഡ് കോർ ലവറൊന്നുമല്ല ഈ കാറുകളുടെ. അങ്ങനെയാണെങ്കിൽ അവരൊരു ഏതെങ്കിലും പേഴ്സണൽ മൂവിൽ അത് കാണാം. അതിലൊന്നും ഉണ്ടാവില്ല. ഇത് റീലിലും വീഡിയോയിലും പറയും, അതിൽ കാര്യമില്ലല്ലോ. വെരി ട്രൂ. യെസ്, ബട്ട് ദിസ് ഈസ് ദ വേൾഡ് ഫിനിഷ്. എമിനം പറഞ്ഞ പോലെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാറിന് ഒരു ഡ്യുവൽ ക്യാരക്ടർ പോലെ എനിക്ക് തോന്നാറില്ല. കാരണം നമുക്ക് ഓടിച്ചിട്ട് ഇത് ആസ്വദിക്കാം, അല്ലേ? ഇരുന്നും അതേപോലെ ആസ്വദിക്കാം. രണ്ടും നമ്മൾ ഈക്വലി എൻജോയ് ചെയ്യും. ഇപ്പോൾ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ചില വണ്ടികളുണ്ട്, അത് ശരിക്കും നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷെ അത് ഓടിക്കുമ്പോൾ അത്ര വലിയ ഫണ്ണൊന്നുമില്ല. ഫാൻറ്റം ഉദാഹരണം പറയും, അടിപൊളിയുണ്ട്. വേൾഡ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ് തന്നെയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഡ്രൈവേഴ്സ് മെഷീൻ.
അതെനിക്ക് ഒരിക്കലും തോന്നാറില്ല. നല്ല പവർ ഉണ്ട്, അതെല്ലാം, പക്ഷേ ഓടിക്കുമ്പോൾ വെരി ബിഗ് ലൈറ്റ് സ്റ്റിയറിംഗ് എല്ലാം. ഇതും ലൈറ്റാണ്, പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ഫീലില്ല. വേറെ ഇപ്പോൾ 7 സീരീസ് എടുത്താൽ അതിനും കുറച്ചുള്ള ഡുവൽ ക്യാരക്ടർ ഉണ്ട് ഇപ്പോൾ. കാരണം നല്ല കംഫർട്ടബിളും ആണ്, അതുപോലെ നല്ല ഡ്രൈവേഴ്സ് മെഷീനാണ്. ബട്ട് ഐ തിങ്ക് ഇൻ ദിസ് സെഗ്മെന്റ് നൗ ദ ബെസ്റ്റ് കാർസ് ഡുവൽ ക്യാരക്ടർ കാർ ഈസ് ആക്ച്വലി ബെന്റ്ലിക്കും ഉണ്ട്. ബെന്റ്ലി ഈസ് ഗുഡ് അറ്റ് ഡ്രൈവിംഗ്, ബട്ട് ബെന്റ്ലിൻ്റെ ഇപ്പം ഫ്ലൈയിങ് സ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ ഓൾസോ അമേസിങ് റൈഡിങ് കംഫർട്ടും കാര്യമുള്ള വണ്ടിയാണ്. പക്ഷേ മുമ്പത്തെ മോഡലുകളിൽ ചിലപ്പം നമ്മൾ അതേ സെഗ്മെന്റിലുള്ള എസ് ക്ലാസോ മൈബാക്കോ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഉണ്ടായിരുന്നില്ല ഫ്ലൈയിങ് സ്പറിൻ്റെ കംഫർട്ട് സൈഡ്. actually ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റിക്ലൈനിങ് സീറ്റ് ഇല്ല. ഇപ്പം ഫാൻ്റെ എടുത്താൽ പോലും റിക്ലൈനിങ് സീറ്റ് ഉണ്ട്, പക്ഷേ കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന സോഫ സീറ്റാണ്. അത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂട്ടാണ് അതിലെല്ലാം കാണും. ഇത് നിങ്ങൾ എത്ര ട്രാവൽ ചെയ്തോ, എത്ര ദൂരം പോയിക്കോ, യു ഫീൽ ഫ്രഷ്. എനിക്ക് തലോണയാണ് ഇതിൻ്റെ ക്രേസ്, രക്ഷയിലൊരു സാധനം അത്. സോ ലിവിങ് വിത്ത് മൈബാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം സാധാരണ നമുക്കെപ്പോഴും കിട്ടുന്നൊരു ഫീലുണ്ട് അവിടെ പോയി ഇറങ്ങുമ്പോഴുള്ള റെസ്പെക്റ്റ്. അതേപോലെ തന്നെ ഇപ്പം ഇന്നലെ തന്നെ കണ്ടില്ലേ, നമ്മൾ വാച്ച്മാനിൽ വന്നിട്ട് സെയിം പാർക്കിംഗ്, സെയിം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഫ്ലാറ്റിലെ ആൾ എപ്പോഴും കാണുന്ന ഇയാൾ ഈ സാധനം കണ്ടപ്പോൾ വന്നിട്ട് ഓ സാറിനായിരുന്നോ എന്നുള്ളൊരു സാധനം. അതിൽ വന്നിട്ട് ഓറെല്ലാം തുറക്കാൻ നോക്കിയാ എന്തോ വലിയ ടിപ്പൻ്റെ പ്രതീക്ഷിച്ചുണ്ടാവും. വന്ന് തുറന്നപ്പോൾ നമ്മളെ കണ്ടു, ഓ സാറായിരുന്നോ, ഇതേതാ വണ്ടി. അതാണ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. അതിപ്പോ മറ്റേ ഇതായിട്ട് നടക്കുമ്പോ കിട്ടിയ സെയിം സാധനം തന്നെ. ഗ്രനേഡർ ആയിട്ട് വന്നപ്പോൾ ഇതേതാ നോക്കിയിരുന്ന ആൾക്ക് മനസ്സിലായിട്ട് ഒരു പുച്ഛമായിരുന്നു. ആക്ച്വലി നമ്മുടെ എല്ലാ ദിവസവും 2-3 വണ്ടികളുണ്ട്. അപ്പം പിറ്റേന്ന് ഏതാ ഷൂട്ട് ചെയ്യാൻ പോകണം അതെടുത്തിട്ട് നമ്മൾ താമസിച്ച എയർബിഎൻബി ഫ്ലാറ്റിൽ പോയത്. നല്ല ഫ്ലാറ്റായിരുന്നു, അത്യാവശ്യം നല്ലൊരു ലക്ഷറി ആംബിയൻസ് ഇല്ല. ബാക്കി ഇപ്പം നമുക്കൊരു സൗകര്യമുള്ള ബ്രാൻഡ് സെൻറ്ററിൽ ഇത് നിർത്തി വെക്കാം നമ്മൾ പറഞ്ഞു വെച്ചാൽ. അപ്പോൾ നമ്മൾ അവിടെ നിർത്തും, പോകുമ്പോൾ എടുക്കും. അപ്പോൾ ഈ മൈബാക്കായിട്ട് പോകുന്നത് ഇന്നലെ പോയപ്പോൾ അയാൾ ആകെ സ്വഭാവം മാറി. എനിവേ ഇത് എന്താ പറയുക, ഡിമാൻഡ്സ് ദാറ്റ് പ്രസൻസ്. അത് പല സമയത്തും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഇത് മാത്രമല്ല, ഇപ്പം ലക്ഷറി കാറിൽ പോകുമ്പോഴുള്ള ഫീല് എനിക്ക് തോന്നാറില്ല ഈവൻ SUV-നേക്കാളും ബെറ്റർ ഫീലാണ് കിട്ടാറുള്ളത്. അത് ഒരു ജനറലി ഉള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. അത് എനിക്ക് സത്യം പറയില്ല, എനിക്കിപ്പോഴും SUV-നോടുള്ളൊരു താല്പര്യം കൂടുതലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് മേബാക്കിന് അകത്തിരുന്നിട്ടുള്ള നോട്ടമാണ്. ആ ഹൈറ്റിലുള്ള നോട്ടം. ഏത് മേബാക്കില്? ഇതന്നെ, ഇതിന്റെ മറ്റേ GLS മേബാക്ക് ഉണ്ടല്ലോ, അന്ന് ആ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് ആ ഹൈറ്റിൽ ഇരുന്നിട്ടുള്ള നോട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇത്തിരി താഴ്ന്നിരിക്കുന്നതുകൊണ്ട് ലക്ഷറിയും കംഫർട്ടും കുറയുന്നില്ല. പിന്നെ ഇവിടുത്തെ റോഡിൽ ആ വ്യത്യാസം വരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ഹൈറ്റിലിരുന്ന് നോക്കുന്നതുകൊണ്ട് എനിക്കൊരു സുഖം കിട്ടുന്നു. അത് പേഴ്സണലി കുറേ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് യു നോ നൗഡേയ്സ് ഇപ്പം SUV എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന SUV-മാരല്ലല്ലോ പൊതുവെ ഉള്ള SUV എന്ന് പറഞ്ഞാൽ ഹയർ സ്റ്റാൻഡിങ്, ഹയർ സിറ്റിംഗ് വെഹിക്കിൾ. അതൊരു ആസ്പെക്റ്റ് തന്നെയാണ്. പുറമേക്കുള്ള വ്യൂ, അതേപോലെ തന്നെ പ്രസൻസ്, കയറാൻ ഇറങ്ങാനുള്ള സൗകര്യം, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ടോപ്പ് ആൻഡ് സിഡാൻ തന്നെയാണ് ഇത് ടോപ്പ്. അത് ഇതിന്റെ സുഖം എന്തായാലും കിട്ടില്ല. ഇതിന്റെ ഒരു ആംബിയൻസ്, ഇതിന്റെ ഒരു മെയിൻ ആയിട്ടൊരു ലുക്കിന്റെ ആംബിയൻസ് അത് കിട്ടില്ലായിരിക്കാം. കഴിഞ്ഞാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള S680 ഡബിൾ ടോൺ ആയിട്ടുള്ള ആ വണ്ടി. അത് ടോപ്പ് നോച്ച് വണ്ടിയാണ്. പക്ഷേ നമ്മളൊരു സ്റ്റൈലിഷ് വീഡിയോ ആയിട്ടാണ് ചെയ്തിരുന്നത്. ഒരു ട്രിബ്യൂട്ട് ടു മൈബാക്ക് ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല എലമെൻറ്റ്സും മൈബാക്ക് റിലേറ്റഡ് കൊണ്ടുവന്നു. പക്ഷേ കുറേ പേർക്ക് അതിൽ കുറേ കൂടി റിവ്യൂ പാർട്ട് വേണമായിരുന്നു, കുറേ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോഴേക്ക് ഇവർ നൈറ്റ് സീരീസ് കൊണ്ടുവന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് മെർസിഡീസ് മിഡിൽ ഈസ്റ്റ് ആൻഡ് ഗാർഗാഷ് എൻ്റർപ്രൈസ്. ഇവർ നമുക്ക് വളരെ നല്ല സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ 680 എടുക്കുകയാണെങ്കിൽ നൈറ്റ് സീരീസ് വന്നിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മളിത് കൊണ്ടുവന്നത്. ആൻഡ് ഐ തിങ്ക് യു ലവ്ഡ് ഇറ്റ്. കാരണം നൈറ്റ് സീരീസ് ആയപ്പോൾ തന്നെ വേറെ തന്നെ ഫീലുണ്ട്. നിനക്ക് ഞാൻ എന്തോ ഫൈനലി ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന ഈ ജനറേഷനിലെ മൈബാക്ക് സിംഗിൾ ടോൺ 580. അത് നമ്മൾ കൊണ്ടുവന്ന ബ്ലൂ ആയിരുന്നു, നോട്ടിക് ബ്ലൂ. പിന്നെ നമ്മൾ ഡുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നൈറ്റ് സീരീസ് കൊണ്ടുവന്നു. Which will be your pick? എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ബേസിക്കലി ബ്ലാക്കിനോട് ഒരു താല്പര്യമുണ്ട്. പിന്നെ മറ്റേ ക്രോം കട്ട് ഡിലീറ്റ് ആയിട്ടല്ലോ, ബ്ലാക്ക് ക്രോം ആണല്ലോ ഇതിനകത്ത്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ വീലിൽ വന്നേക്കുന്ന ഈ മേബാക്ക് ലോഗോ ഉണ്ടല്ലോ, അതൊരുമാതിരി ഇപ്പൊ വീൽ ക്യാപ്പ് വെച്ച പോലെ ആയിട്ടുണ്ട്. ആ അലോയിന്റെ ഫീല് പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി ഓവർ ദ ടോപ്പ് ആയി പോയി. എനിക്ക് അങ്ങനത്തെ കുറച്ച് സാധനം ഓവർ ദ ടോപ്പ്. എനിക്ക് എവിടേക്കോ ചൈനീസ് ആൾക്കാരെ താല്പര്യപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള എവിടേക്കോ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതൊന്നറിയോ, നീ ഇപ്പം പറയുന്നത് ഞാനും അക്സെപ്റ്റ് ചെയ്തൊരു ഫാക്റ്റാണ് ഓവർ ആയിട്ടുള്ള ലോഗോ എഡിഷൻ വന്നത്. ഓക്കെ, അതിന്റെ അടുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുമ്പ് ഈ വീലാണോ പ്ലേറ്റഡ് വീലാണോ? പിന്നെ മൾട്ടി സ്പോക്കില്ല, അന്നത്തെ മൾട്ടി സ്പോക്കിലെ എനിക്ക് ഇഷ്ടം പറ്റിയ സിംഗിൾ പ്ലേറ്റ് ആണ്.
സിംഗിൾ ഒരു അലുമിനിയം ബ്ലോക്ക് ആണെങ്കിൽ സെറ്റ്, അതാണല്ലോ അതിലുള്ളത്. ഓ എജാതി രസം കാണാൻ. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ 3 പെർസ്പെക്റ്റീവ് ആണ് എനിക്ക് തോന്നി. ഇതെന്ന് പറയുന്നത് ഇന്നത്തെ ലക്ഷറി ലൗഡാ. ഇപ്പൊ നീ കണ്ട ലൂയി വിട്ടോന്റെ ബാഗ്, അങ്ങനത്തെ സാധനമല്ല, എന്താണ് ഷെനേല്, മറ്റേത് മറിച്ചതെല്ലാം പറഞ്ഞ സാധനങ്ങൾ, ഇവരെല്ലാം അതിൽ ലൗഡായിട്ടാണ് ലക്ഷറി കൊള്ളിക്കുന്നത്. ഹൗ വിയർഡ് യു ക്യാൻ ബി ദാറ്റ് മച്ച് ബെറ്റർ എന്ന രീതിയിൽ. യെസ്, അപ്പോൾ അത് ആണ് ഇവരും കുറച്ച് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഐ തിങ്ക് ഫോർ സിറ്റുവേഷൻ ഐ ഫീൽ ദേ ഷുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ കസ്റ്റമർ ബേസ് എക്സാക്ട്ലി ആണെങ്കിൽ അവർ കേറ്റർ ചെയ്തേ പറ്റൂ. നമ്മളിപ്പം ഞാൻ ഈ പറഞ്ഞ സട്ടിൽ ലക്ഷറി ഇഷ്ടപ്പെടുന്നു, നീ അതിലും സട്ടിൽ ലക്ഷറി ഇഷ്ടപ്പെടുന്നു. എനിക്ക് കുറച്ചുകൂടി ലൗഡ് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ക്രോം എനിക്ക് ഇഷ്ടമാണ്, ചിലപ്പം വണ്ടികളനുസരിച്ചിരിക്കും. പക്ഷേ എനിക്ക് ലൗഡ് ആവുന്ന ഇഷ്ടമാണ്, സട്ടിലിറ്റീനേക്കാൾ എനിക്ക് സട്ടിൽ അല്ലാത്ത ലൗഡ് ഇഷ്ടമാണ്. പക്ഷെ ആ എന്താ പറയുക സ്ലീപ്പർ ഇതുണ്ടല്ലോ, സ്ലീപ്പർ നേച്ചർ ഇഷ്ടപ്പെടുന്നു, എല്ലാത്തും ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇതിനും ആൾക്കാരുണ്ട്. കാരണം നീ കണ്ടില്ലേ ആൾക്കാരുടെ ലൗഡ്നെസ്. ഐ മീൻ ആ ഒരു ഇപ്പം എനിക്കറിയാം ഭയങ്കര വിയർഡായി തോന്നുന്ന സാധനമാണ് പലപ്പോഴും ഈ കുറേ മൾട്ടിപ്പിൾ സൈനും ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഹാസ് ബിക്കം എ ഡിസൈൻ പാറ്റേൺ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദേ ഹാവ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ഫോർ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. പക്ഷെ എനിക്ക് ഈ ഡോർ തുറക്കുമ്പോൾ ഫുൾ ആ മേബാക്കിന്റെ ലോഗോസ് ഇങ്ങനെ മിന്നുന്ന പരിപാടിയുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എലമെന്റ് വന്നിട്ടുണ്ട്, രസമായിട്ടുണ്ട്. അതെ അതെ അതെ. എനിവേ ഹാവിങ് സെഡ് ദാറ്റ് നമ്മളത് കുറച്ച് ലോങ് വീഡിയോ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് സൺ ഈസ് ഓൾസോ ഡൗൺ, അത്യാവശ്യം ലൈറ്റുള്ള ഡാർക്കായി തുടങ്ങി. ഇത് ഇങ്ങനത്തെ ഒരു വണ്ടിയാണ്, ലോങ് വീഡിയോ ആക്കാണ്ട് രക്ഷയില്ല. എന്നാലും ഇനി നിങ്ങളുടെ അഭിപ്രായം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മായബാക്ക് അതും 680 അതും നൈറ്റ് സീരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. നന്ദുവിൻ്റെ ടേസ്റ്റാണോ എൻ്റെ ടേസ്റ്റാണോ ഇഷ്ടപ്പെട്ട് എന്തായാലും പറയാം. എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ 101% നമ്മൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റിൽ ഇപ്പോഴും ആദ്യമായിട്ടിരിക്കുന്ന കാര്യം, എനിക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ അങ്ങനെ മൂടില്ലാത്ത ആളാണ് ഞാൻ. കൂടുതൽ ഓടിച്ചുള്ള നന്ദുവാണ്, നോ ഡൗട്ട്. തല്ല് പിടിച്ച് മേടിക്കരുത്, അത് ശരി തന്നെയാണ്. ആൻഡ് പക്ഷെ ഇത് കണ്ടോ, അത് ഇതുവരെ ലെതറാ, ഫുള്ളി ലെതറാണ് മോനെ സമ്മതിച്ച്. നമ്മൾ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് എല്ലാം കൊണ്ടുവരാറുണ്ട്. അത് താല്പര്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ഷെയറെല്ലാം ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത തവണ മറ്റൊരു എക്സൈറ്റിംഗ് മെഷീനായിട്ട് കാണണം. സ്റ്റേ സേഫ് and enjoy wheeling.